നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളം വനം വികസന കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി. വന്യമൃഗശല്യങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുള്ള പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പൊൻകുന്നത്തിന് ഉത്സവ ഛായ പകർന്ന് ദൃശ്യം 2K25. സാംസ്കാരിക റാലി വർണ്ണാഭം. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശം. പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റി. കേസ് പരിഗണിക്കുക ഈ മാസം 30-ന്. കോട്ടയം ഇല്ലിക്കലിൽ സ്കൂൾ വാനിൽ നിന്നും വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വസ്ത്രം വാനിന്റെ വാതിലിൽ ഉടക്കി. പരിക്കേറ്റത് പുത്തനങ്ങാടിയിലെ സ്വകാര്യ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക്. വാർത്തകൾ വിശദമായി. വനം വികസന കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കേരളം വനം വികസന കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള വനം വികസന കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 50 വർഷത്തെ പ്രവർത്തന മികവുമായി KFDC കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാകെ മാതൃകയായി മാറിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മുൻപുണ്ടായിരുന്ന പ്രവർത്തന രീതികളിൽ നിന്നു മാറി കോർപ്പറേഷൻ വൈവിധ്യവൽക്കരണത്തിന്റെ പാത സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇക്കോ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ പ്രവർത്തന സാധ്യതയാണ് ഉള്ളത്. വന്യമൃഗശല്യം ഉൾപ്പെടെ വനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടുള്ള പരിഹാരങ്ങൾക്കാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏറെ കാലത്തിന് ശേഷം ലാഭകരമായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടിലെ പരാമർശമാണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഇവിടുത്തെ പ്യൂൺ തൊട്ട് MD വരെയുള്ള ചെയർപേഴ്സൺ തൊട്ട് മറ്റ് മെമ്പറുകളുള്ള എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ലാഭകരമല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ലാഭകരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തി എന്നത് കേരളത്തിന് തന്നെ മാതൃകയാണ്. ഈ മാതൃകാപരമായ നേട്ടത്തെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. ജീവനക്കാർക്കായി നിർമ്മിച്ച ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനവും മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. കാരാപ്പുഴയിലെ KFDC മുഖ്യ കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കോർപ്പറേഷൻ ഉണ്ടായ നേട്ടങ്ങളെന്ന് അവർ പറഞ്ഞു. കോർപ്പറേഷൻ പുറത്തിറക്കിയ ടൂറിസം ഗൈഡ് അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ് MP പ്രകാശനം ചെയ്തു. കോർപ്പറേഷന്റെ പുതുക്കിയ വെബ്സൈറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വനം മേധാവി ഗംഗാ സിംഗ്, KFDC ഡയറക്ടർമാരായ KS ജ്യോതി, PR ഗോപിനാഥൻ, അബ്ദുൾ റസാഖ് മൗലവി, RS അരുൺ, VR പ്രമോദ്, KFDC മാനേജിംഗ് ഡയറക്ടർ ജോർജ് P മാത്തച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. സുവർണ ജൂബിലി സ്മാരകമായി കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കമ്പ്യൂട്ടറും ജവഹർ ബാലഭവനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ലൈബ്രറിയിലേക്ക് 5000 രൂപയുടെ പുസ്തകങ്ങളും കൈമാറി. വനം വികസന കോർപ്പറേഷന്റെ 6 ഡിവിഷനുകളിലായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നത്തിന് ഉത്സവ ഛായ പകർന്ന് ദൃശ്യം 2K25ന്റെ ഭാഗമായുള്ള സാംസ്കാരിക റാലി. കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്ന സാംസ്കാരിക റാലിയിൽ വിവിധങ്ങളായ കലാരൂപങ്ങളും നിരന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും സംസ്കൃതിയും ചേർന്ന് നടത്തുന്ന ദൃശ്യം 2K25ന്റെ ഭാഗമായുള്ള സാംസ്കാരിക റാലി പൊൻകുന്നത്ത് നടന്നു. വർണ്ണാഭമായി നടന്ന റാലിയിൽ ചിറക്കടവ് പഞ്ചായത്തിലെ 20 വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ പങ്കാളികളായി. പൊൻകുന്നം 20ാം മൈലിൽ നിന്നും ആരംഭിച്ച റാലി മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വർണ്ണവിസ്മയം തീർത്ത റാലി പൊൻകുന്നം ടൗണിൽ സമാപിച്ചു. റാലിയിൽ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ തെയ്യം, കഥകളി വേഷങ്ങൾ, ഭാരതാംബ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, കൃഷ്ണനും രാധയും, കാവടിയാട്ടം, മയിലാട്ടം, പൂമ്പാറ്റ എന്നിങ്ങനെ നിരവധി കലാരൂപങ്ങൾ നിറഞ്ഞു.
ഒരേ വർണ്ണങ്ങളിൽ വസ്ത്രം ധരിച്ച് കുടുംബശ്രീ അംഗങ്ങൾ റാലിയെ കൂടുതൽ വർണ്ണാഭമാക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവിന്റെ സാംസ്കാരികോത്സവം ദൃശ്യം 2K25 പൊൻകുന്നത്ത് പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന പൊൻ അരങ്ങിൽ ചിറക്കടവിലെ പ്രതിഭകൾ സ്നേഹാദരവ് ഏറ്റുവാങ്ങി. ചിറക്കടവിന്റെ സാംസ്കാരികോത്സവമായ ദൃശ്യം 2K25 പൊൻകുന്നത്ത് പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം പൊൻ അരങ്ങ് എന്ന പേരിൽ ചിറക്കടവിന്റെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച പരിപാടി ഏറെ ശ്രദ്ധ നേടി. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കലയും സാംസ്കാരികവും അതിന്റെ ഔന്നത്യം, അതിന്റെ പ്രാധാന്യം, പ്രസക്തി എന്ന് പറയുന്നത് മുഴുവൻ ആളുകളെയും ഒരു ചരടിൽ കോർത്തിണക്കുന്ന മുത്തുമണികളെ പോലെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അങ്ങനെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഒരുമയുടെയും സ്നേഹ സാഹോദര്യങ്ങളുടെയും ആ ഏറ്റവും മനോഹരവും ഉദാത്തവുമായ സാഹചര്യം സംജാതമാക്കുവാൻ കലാ സാംസ്കാരിക പരിപാടികൾക്ക് കഴിയും എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ അധ്യക്ഷയായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കളരി ഗുരുക്കൾ വിശ്വംഭരൻ നായർ, കരാട്ടെ പരിശീലകൻ സിബി ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് യോഗ, ഡാൻസ്, കരാട്ടെ പ്രദർശനം എന്നിവ നടന്നു. പൊൻകുന്നം സ്വസ്തി സ്കൂൾ ഓഫ് യോഗയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച യോഗ ഡാൻസ് ശ്രദ്ധ നേടി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ കരാട്ടെ പരിശീലനം നേടിയവരുടെ പ്രദർശനം കാണികൾക്ക് വിസ്മയമായി. 4 വശങ്ങളിലേക്കും ഡിഫൻഡ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് കഥ. 4 വർഷത്തെ കടന്നുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി, ബാലൻസിങ്, പവർ, ഇതൊക്കെയാണ് കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ ടൂർണമെന്റുകൾക്കൊക്കെ പോയി കഴിയുമ്പോൾ ചെയ്ത് അവർ വിൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കരാട്ടയിൽ കത്ത് ആൻഡ് കുമിത്ത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കത്ത്. സ്കൂൾ ഗെയിംസിൽ കരാട്ടെ വന്നതിന് ശേഷം ധാരാളം കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും അവർക്ക് കരാട്ടെ പരിശീലകൻ സിബി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ഈ മാസം 30-ന് കോട്ടയം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി പരിഗണിക്കും. ഇത് 3ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയം ഇല്ലിക്കലിൽ സ്കൂൾ വാനിൽ നിന്നും ഇറങ്ങുന്നതിനിടെ വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ഇല്ലിക്കൽ നെടിയിരുപ്പതിൽ നേഹയ്ക്കാണ് പരിക്കേറ്റത്. കുട്ടിയുടെ കാൽവിരലിൽ കൂടി വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങി. പുത്തനങ്ങാടിയിലെ സ്വകാര്യ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നേഹ. കുട്ടിയെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാനിന്റെ വാതിലിൽ വസ്ത്രം ഉടക്കിയാണ് പുറത്തേക്ക് വീണത്. വിദ്യാർത്ഥിനിയുമായി വാൻ 3 മീറ്ററോളം മുന്നോട്ടു പോയി. പൊൻകുന്നം SHUP സ്കൂളിൽ നിർമ്മിച്ച സെന്റിനറി ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സ്കൂളിന്റെ വാർഷികവും ആഘോഷിച്ചു. പൊൻകുന്നം SHUP സ്കൂളിന് 104 വയസ്സ്. വാർഷികാഘോഷവും പുതിയതായി നിർമ്മിച്ച സെന്റിനറി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സ്കൂളിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സെന്റിനറി ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ പുരോഗതി കേരളം ഇന്ന് രാജ്യത്തിന്റെ തന്നെ വലിയെടുത്ത് പരിശോധിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ നമ്മളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. പ്രാഥമിക ആരോഗ്യ രംഗത്തും മാറ്റി നിർത്താൻ കഴിയുന്നില്ല. കോവിഡ് പോലുള്ള വലിയ മഹത്തായ മായി വന്ന സമയത്തും ആ നായികയെ തോൽപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ നമ്മൾ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാഗമായി വന്നിട്ടുള്ള നമ്മുടെ സാക്ഷരതയാണ്. ഭയമില്ലാതെ, പേടിയില്ലാതെ കുറ്റനിർവഹണത്തിൽ തുടരാൻ കഴിയത്തക്ക വിധത്തിലുള്ള പോലീസ് ഓഫീസർമാരും അതോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന ജനപ്രതിനിധികളും കൈകോർന്നപ്പോൾ നമുക്ക് ആ മഹാനായികയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം സാക്ഷരതയാണ്. സാക്ഷരതയിലേക്ക് എത്താൻ ഒരു സമൂഹത്തിന് കഴിയുമ്പോഴാണ് നമ്മുടെ പുരോഗതിയുടെ പ്രവർത്തനത്തിന് സ്പീഡ് വർദ്ധിക്കുന്നത്, ആക്കം വർദ്ധിക്കുന്നത്.
സ്കൂൾ മാനേജർ ഫാദർ ജോണി ചെരിപ്പുറം അധ്യക്ഷനായി. നവീകരിച്ച സയൻസ് ലാബ് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ആന്റണി MP, ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ, കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ, മാത്യു പന്തിരുവേലിൽ, ജെയിംസ് തോമസ് വയലുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി പഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമായി. ആക്കാൻകുന്നിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കൃഷി. ഹരിതശ്രീ JLG ഗ്രൂപ്പ് അംഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്. 450 തണ്ണിമത്തൻ തൈകൾ നട്ടു. പുതുപ്പള്ളി പഞ്ചായത്തിലെ ആക്കാൻകുന്നിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിലാണ് കൃഷി. കണിയാമ്പറമ്പിൽ ഷെറി ചാണ്ടിയുടെ ഒരേക്കർ കൃഷിയിടത്തിലാണ് കുടുംബശ്രീ അംഗങ്ങൾ വിത്തിറക്കിയത്. ഒരേക്കറിൽ 450ഓളം തൈകൾ നട്ടു. പലിശരഹിത കൈവായ്പയായി 25,000 രൂപയാണ് ജില്ലാ മിഷൻ നൽകുന്നത്. തണ്ണിമത്തന്റെ തൈകൾ നട്ടുകഴിഞ്ഞാൽ 75 ദിവസമാകുമ്പോഴേക്കും വിളവെടുക്കാൻ കഴിയും. നാടിതുവരെ ചൂടുകാലമാകുമ്പോൾ അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്ന തണ്ണിമത്തനാണ് നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ വിഷരഹിത പച്ചക്കറി പോലെ ഗുണനിലവാരമുള്ള നാടൻ തണ്ണിമത്തങ്ങ നമുക്ക് ഉടൻ ലഭിക്കുമെന്ന് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ തണ്ണിമത്തൻ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഇവിടെയും നമുക്ക് ഈ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ കഴിയട്ടെ. ഈ കൃഷിക്ക് എല്ലാവിധ ഭാഗങ്ങളും നന്മയും നേർന്നുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഈ കൃഷി നല്ലൊരു വിജയകരമായി തീരണമെന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടും പുതുപ്പള്ളി CDS ചെയർപേഴ്സൺ നിഷ മധു അധ്യക്ഷയായി. ചടങ്ങിൽ വാർഡ് മെമ്പർ അഖിൽ M. നായർ, കുടുംബശ്രീ CDS മെമ്പർമാർ, കുടുംബശ്രീ കോർഡിനേറ്റർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ, വാർഡിലെ മികച്ച കർഷകൻ രാജപ്പൻ പ്ലാന്തോട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. മണർകാട് ഗ്രാമപഞ്ചായത്തിലെ CDS കുടുംബശ്രീയുടെ 27ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര ടൗൺ ചുറ്റി നടന്നു. മണർകാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള വർണ്ണശബളമായ റാലി മണർകാട് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും ആരംഭിച്ചു. സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC അധ്യക്ഷനായി. CDS കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക തങ്കപ്പൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകരൻ, റെജി M. ഫിലിപ്പോസ്, നെബു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധങ്ങളായ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മണർകാട് ഗ്രാമപഞ്ചായത്തിലെ CDS കുടുംബശ്രീയുടെ 27ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര ടൗൺ ചുറ്റി നടന്നു. മണർകാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ 27ാമത് വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള വർണ്ണശബളമായ റാലി മണർകാട് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും ആരംഭിച്ചു. സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു KC അധ്യക്ഷനായി. CDS കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക തങ്കപ്പൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകരൻ, റെജി M. ഫിലിപ്പോസ്, നെബു ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധങ്ങളായ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. നെൽകൃഷി പഠിക്കാൻ വിദ്യാർത്ഥികളെത്തി. രാമപുരം RVM UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വെള്ളിലാപ്പള്ളി പാടശേഖരത്ത് എത്തിയത്.
നെൽകൃഷി പഠിക്കാൻ വിദ്യാർത്ഥികൾ കാർഷിക വിവരണങ്ങളുമായി പഞ്ചായത്ത് കൃഷിവകുപ്പ് അധികൃതരും. നെൽകൃഷിയെക്കുറിച്ച് നേരിട്ടെത്തി പഠനം നടത്തുന്നതിന് വേണ്ടി രാമപുരം RVM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ നെൽപ്പാടങ്ങളിലേക്ക് എത്തി. വെള്ളാപ്പള്ളി പാടശേഖരത്ത് കാരിപ്പുറ സന്തോഷിന്റെ ഉടമസ്ഥതയിൽ വിശ്വരാമപുരത്തിന്റെ നേതൃത്വത്തിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരുന്ന 3.5 ഏക്കർ പാടശേഖരത്തിലാണ് കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കൃഷി പഠിക്കാനായി എത്തിയത്. കടുത്തുരുത്തി വാലാച്ചറ സീഡ് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച ജ്യോതി എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി വിതച്ചിരിക്കുന്നത്. നെല്ലിന്റെ വിളവ് പകുതിയിലെത്തി നിൽക്കുകയാണ്. 20 ദിവസങ്ങൾക്ക് ശേഷം കൊയ്യുവാൻ പാകമാകും. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മാത്തച്ചൻ കൃഷിരീതികളെക്കുറിച്ച് വിവരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. രാമപുരം പഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ KK ശാന്താറാം നെൽകൃഷിയെക്കുറിച്ച് വിശദീകരണം നൽകി. രാമപുരം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീജ CS കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു. പഞ്ചായത്ത് മെമ്പർ റോബി ഒടുപുഴ, അധ്യാപകരായ വിനയേന്ദ്രൻ, പ്രമോദ്, ബെന്നി, കൃഷി അസിസ്റ്റന്റ് രത്നമ്മ എന്നിവർ പങ്കെടുത്തു. കുട്ടികളിൽ പ്രകൃതി സ്നേഹവും കാർഷിക മേഖലയിൽ താല്പര്യവും ഉണ്ടാക്കുന്ന നിരവധി സംരംഭങ്ങൾ മുൻപും RVM UP സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള വൈദ്യുതി മസ്ദൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ പാലാ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇലക്ട്രിക്കൽ വർക്കർമാരുടെ പ്രമോഷൻ നടപ്പാക്കുക, ശമ്പള പരിഷ്കരണ ചർച്ചകൾ ആരംഭിക്കുക, മുടങ്ങിക്കിടക്കുന്ന DA കുടിശ്ശിക ഉടൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി SK സതീഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഷാനി P തമ്പി അധ്യക്ഷയായി. 57 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടത് വലതു മുന്നണികൾ മാറി മാറി ഈ നാട് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ 57-ൽ ആരംഭിച്ച വൈദ്യുതി മേഖലയിൽ നമ്മുടെ കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 70% ഇന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിൽ ഈ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം വനം വികസന കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി. വന്യമൃഗശല്യങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുള്ള പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. പൊൻകുന്നത്തിന് ഉത്സവ ഛായ പകർന്ന് ദൃശ്യം 2K25. സാംസ്കാരിക റാലി വർണ്ണാഭം. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശം. PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റി. കേസ് പരിഗണിക്കുക ഈ മാസം 30-ന്. കോട്ടയം ഇല്ലിക്കലിൽ സ്കൂൾ വാനിൽ നിന്നും വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. വസ്ത്രം വാനിന്റെ വാതിലിൽ ഉടക്കി. പരിക്കേറ്റത് പുത്തനങ്ങാടിയിലെ സ്വകാര്യ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.